പലപ്പോഴും പലരും പറയുന്നൊരു വിഷയമാണ് ഉസ്താദെ, അവരെന്നെ ജീവിക്കാൻ സമ്മതിക്കും തോന്നുന്നില്ല. ഞാനൊരു ബിസിനസ് തുടങ്ങിയാൽ, ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിച്ചാൽ തന്നെ അതിനെ തകർക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനും വേണ്ടി മാത്രം ജീവിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെ കൊണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ഇപ്പം ഞങ്ങളെ കുടുംബം കയറിയിട്ട് വരെ അവർ കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എനിക്ക് മനസ്സമാധാനമില്ല. ശത്രുക്കളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. ഈ ഒരു അനുഭവത്തിലൂടെ പലരും കടന്നു പോകുന്നുണ്ടാകും. നമ്മുടെ ഉയർച്ചയും വളർച്ചയും ഒരു നിലക്കും മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത അവരേതായാലും ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല. നമ്മളെ ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പച്ച പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവരതിന് പ്രതികൂലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട്, ഹാസിദീങ്ങളുമായി ബന്ധപ്പെട്ട്, ആയിനീങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വലിയ പ്രതിസന്ധികളിൽ അകപ്പെട്ടവരുണ്ട്. അത് ജോലിയുടെ വിഷയത്തിലാവട്ടെ, മക്കളുടെ വിഷയത്തിലാവട്ടെ, ഏതു മേഖലകളിലും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്നവർ, ശത്രുതയുമായി ബന്ധപ്പെട്ട്, ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഉപദ്രവങ്ങൾ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, ഇവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായൊരു ഇസ്മാണ് അൽ മുന്തഖിം എന്ന് പറയുന്ന ഇസ്മ. വളരെ സവിശേഷമേറിയൊരു ഇസ്മാണ്. ഈ ഇസ്മിന് പ്രതികാരം ചെയ്യുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ ഇതിനുണ്ട്. നല്ല രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് ഈ ഇസ്മിൻ്റെ ആദതായ 630 തവണ ഇത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഒരു ശത്രുവിനും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഏതു വിഷയത്തിലും നമുക്കാണ് അതിൽ വിജയം ലഭിക്കുക. ഈ ഇസ്മിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചാൽ മതി. നിദാഇൻ്റെ അക്ഷരമായ യാ എന്ന് ചേർത്തിയിട്ട് യാ മുന്തഖിമു യാ അള്ളാ എന്നാണ് ചൊല്ലേണ്ടത്. ഇനി എന്തെങ്കിലും ഒരു ഗൗരവമുള്ള വിഷയം വരികയാണ്, വളരെയധികം പ്രതിസന്ധിയിലാണ് ആയി എന്ന് തോന്നുന്നതാണ്. ഇപ്പോൾ ഇത് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളിലും കേസുകളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ കൂടുതലായിട്ട് വരും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് 5001 തവണ ആത്മാർത്ഥമായിട്ട് ഒരൊഴിഞ്ഞ സ്ഥലത്തിരുന്ന് ഇത് ചൊല്ലിയിട്ട് ആ ചൊല്ലി പൂർത്തീകരിച്ച ഉടനെ നമുക്ക് ആരിലൂടെയാണോ വിജയം ലഭിക്കേണ്ടത്, ആർക്കെതിരെയാണോ വിജയം ലഭിക്കേണ്ടത്, ആ വിഷയം മനസ്സിൽ കരുതി പ്രത്യേകം ദുആ ചെയ്താൽ മതി എന്ന് സ്വാലിഹീങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം. അള്ളാഹു നമുക്ക് ഇസ്സത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.